അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് തുമ്മൽ, അതായത് ചില വ്യക്തികൾ ചില സാധനങ്ങളോട് ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ മൂക്ക് ചൊറിച്ചിലായിട്ട് തുടങ്ങി, ചിലപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാം, ചെവിയിൽ ഒരു ചൊറിച്ചിൽ തുടങ്ങാം. അലർജിക് തുമ്മൽ അല്ലെങ്കിൽ അലർജിക് സ്നീസിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ്. ജനറലി അലർജിക് സ്നീസിംഗ് ഉള്ള ഒരാൾക്ക് എന്താണോ അവർക്ക് അലർജി കോസ് ചെയ്യണം ആ ഒരു സാധനത്തിനോട് ഒരു പ്രത്യേക തരം റിയാക്ഷൻ ആയിരിക്കും അവരുടെ ബോഡി എടുക്കുക. ഇതിന്റെ റീസൺസ് നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിക്കുകയോ എന്തെങ്കിലും ഒരു കെമിക്കൽ ഏജന്റ് എടുക്കുകയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അലർജിക് സ്നീസിംഗ് ഉണ്ടാവാം. ഈ ഒരു നീർവീഴ്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ എഡിനോയിഡ്സ് ഒക്കെ കയറി വീർത്ത് മൂക്കടപ്പുണ്ടാവാം, ശ്വാസം കിട്ടാതെ വരാം. നമ്മുടെ ഈ ഹെഡ് ആൻഡ് നെക്ക് ഭാഗത്തൊക്കെ ടോട്ടലി ഒരു കൺജഷനും പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരാം. ഹോമിയോപ്പതിക് മെഡിസിൻസ് അത് നമുക്ക് യൂസ് ചെയ്യാം. മെഡിസിൻസിന്റെ കൂടെ തന്നെ നമ്മൾ ഏത് ഏജന്റ് ആണോ നമുക്ക് അലർജി കോസ് ചെയ്യണം ആ ഏജന്റ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ആവി പിടിക്കാം, പിന്നെ ചൂടുള്ള ഭക്ഷണമോ വെള്ളമോ കഴിക്കാം. മെഡിസിൻ കഴിക്കാൻ പോകുന്നതിന്റെ കൂടെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് റെഗുലർ ആക്കാൻ പറ്റാവുന്നത്.